നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു യൂണിറ്റിൻ്റെ തലവനായിട്ടൊക്കെ ജോലിക്ക് വേണ്ടി ഒരാളിനെ വെച്ചാൽ ശരിക്കും പണി അറിയാവുന്നവരെയാണ് ഈ പണി ഏൽപ്പിക്കാറുള്ളത്. പണി അറിയാത്തവർ ആ വകുപ്പോ അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം കൈകാര്യം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ച് നാറാളക്കണ്ടാവുകയുള്ളൂ. കാരണം ഈ മാത്രമല്ല, പണി അറിയാത്ത ഒരാൾ, അതിനെപ്പറ്റി അറിയാത്ത ഒരാൾ അതിലേക്ക് വന്നാൽ അയാൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അത് പഠിക്കാൻ ശ്രമിക്കും. ആ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ കുറേ അറിവ് കിട്ടുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ സർക്കാർ ആശുപത്രികളിലെല്ലാം തന്നെ, ഈവൻ സാധാരണ നിങ്ങൾ കാണുന്ന ഒരു ചെറിയ ഹോസ്പിറ്റൽ 10, 20, 30 കിടക്കയുള്ള സാധാരണ ഹോസ്പിറ്റലിൽ പോലും ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു ആളുണ്ടാവും. ഒരു ഇലക്ട്രിക്കൽ വിങ് ഉണ്ടാവും. ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇലക്ട്രീഷ്യന്മാരുടെ എണ്ണവും കൂടും. എന്തെങ്കിലും രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഫെയിലർ വന്നാൽ അപ്പോൾ തന്നെ ട്രിപ്പ് ആവാനുള്ള സംവിധാനവും എല്ലാ ഇലക്ട്രിക്കൽ മേജർ വർക്കുകളിലും കർശനമായി ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അത് സർക്കാർ തലത്തിലാകുമ്പോൾ PWDയുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. വെയ്പ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം. മറ്റൊരു കാര്യം, എല്ലാവിധ രീതിയിലും തീ പിടിച്ചാൽ അപ്പോൾ തന്നെ തീ അടയ്ക്കാനുള്ള സംവിധാനം, അങ്ങനെ ഒത്തിരി ഘടകങ്ങളാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ടത്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ കൂടി ജാഗ്രതയോടെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് വേണം നമ്മൾ കരുതാൻ. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് MRI സ്കാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു തീ പിടിച്ചു. പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വാർത്തയെ പുറത്തു വന്നത്. അവരെല്ലാം തന്നെ തൊട്ടടുത്തുള്ള ബേബി മെമ്മോറിയൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റി. ICUയിലും വെന്റിലേറ്ററിലും കിടന്ന പേഷ്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച് അറുത്ത് താഴെയിട്ട ഒരു അതിഥി തൊഴിലാളി വനിതയെ കൂടി അവിടെ കൊണ്ടുവന്നിരുന്നു. മറ്റൊരാൾ വിഷം കഴിച്ച ഒരാളാണ്. എന്തായിരുന്നാലും ഈ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച സ്ത്രീയും വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ച ആൾ ഉൾപ്പെടെ 5 പേരുടെ മരണം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പം ഇന്നലെ ഈ വിഷപ്പുക ശ്വസിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത്രയൊക്കെ മതി കേരളത്തിൽ എന്നുള്ളതായിരിക്കും അങ്ങനെ നോക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും സർക്കാരിന് എഴുതാമല്ലോ. കാരണം സർക്കാരിൻ്റെ ആൾക്കാരാണല്ലോ ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യണോ, ആന്തരിക അവയവങ്ങളെടുത്ത് പരിശോധനയ്ക്ക് നടത്തണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഡോക്ടർമാരുമാണ്. നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ ആന്തരിക അവയവങ്ങൾ പോലും എടുത്തിട്ടില്ല, നെറ്റി പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരുക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാർ എന്ത് തീരുമാനിക്കുന്നു, ആ ഡോക്ടർ എന്ത് തീരുമാനിക്കും, അതായിരിക്കും വരുന്നത്. അത് അയാൾക്ക് എഴുതി വെക്കുകയും ചെയ്യാം. കാരണം പാവങ്ങളായിരിക്കുമല്ലോ മിക്കവാറും മെഡിക്കൽ കോളേജിൽ പോകുന്നു, ആരും അവരെ പുറകെ പോകാതിരിക്കും. എന്തായിരുന്നാലും അതിനേക്കാളുപരി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകുന്നതെല്ലാം തന്നെ സാധാരണക്കാരാണ്. ചില അതിപണക്കാരും പോകാറുണ്ട്. കാരണം ലുബ്ധന്മാരായ പലരും പോയി പാവങ്ങളുടെ ഇടയിൽ ഇടിഞ്ഞ് തെളി നിൽക്കാറുണ്ട്. സർക്കാരിൻ്റെ സൗജന്യം അല്ലെങ്കിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർക്ക് 300-500 കൊടുത്ത് ചികിത്സ എടുക്കാൻ പറ്റാത്തവരും, ഒരു വെന്റിലേറ്ററിൽ ഒരു ദിവസം 10,000-40,000 രൂപ കൊടുത്ത് രോഗിയെ കിടത്താൻ പറ്റാത്തവരും സ്വകാര്യ ആശുപത്രിയിൽ പോകാറില്ല. നമ്മുടെ പല മെഡിക്കൽ കോളേജുകളിലും ബൈപ്പാസ് ശസ്ത്രക്രിയ ഉള്ളത് ഉൾപ്പെടെ അല്ലെങ്കിൽ MRI സ്കാൻ ഉൾപ്പെടെ ഉള്ളതിന് മാസങ്ങളോളം കാത്തു കിടക്കുന്ന ധാരാളം രോഗികളുണ്ട്. അവരിൽ പലരും മരിച്ചു പോകാറുമുണ്ട്. അങ്ങനെ കാത്തിരുന്ന് അവർ മരിച്ചു പോകും. അതൊന്നും ഇവിടെ ഒരു നിത്യസംഭവമായതുകൊണ്ട് ഒരു വാർത്തയാവുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യം. ആ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും നമ്മൾ മെഡിക്കൽ ബില്ല് വന്നതോടുകൂടി ഡോക്ടർമാരും അതുമായി ബന്ധപ്പെട്ട ആശുപത്രി ജീവനക്കാരും ഒക്കെ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്, അവരെല്ലാം സുരക്ഷിതരാണ്. ഇവിടെ പാവം രോഗിക്ക് മാത്രമേ ഉള്ളൂ ഈ ജീവൻ നഷ്ടപ്പെട്ടാലും ചോദിക്കാനും പറയാനും ആളില്ലാത്തത്. നമ്മുടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നതിന് ശേഷം ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രം നമ്പർ 1 ആയി എന്നുള്ളതാണ് സത്യം. നമ്മൾ ഓർക്കേണ്ടത്, MLA-മാരും MP-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സിക്കുന്നതിന് നമ്മുടെ രാജ്യത്തിന് പുറത്തു പോയി ചികിത്സിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ അൺലിമിറ്റഡ് എമൗണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഇപ്പോൾ പോകുന്ന അവർക്ക് സർക്കാരിൻ്റെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള മെഡിസിപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ വീണ്ടും പ്രീമിയം കൂട്ടാൻ പോകാം. അത് 3 ലക്ഷം രൂപയായിട്ട് നിജപ്പെടുത്താനും പോകുന്നു. 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്നുള്ള സത്യം. സാധാരണ ഒരു അസുഖം കൊണ്ടുപോയി 1-1.5 ലക്ഷം രൂപയാണ് പലയിടത്തും ആകുന്നത്. മാത്രമല്ല, ഓരോരുത്തർ 50-55 വയസ്സ് കഴിയുമ്പോൾ 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ധാരാളം രോഗങ്ങളുമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. അത് വലിയൊരു വിശാലമായൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, 3 പേരെ പുക ശ്വസിച്ച് മരിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്.
മന്ത്രി അവിടെ ചെന്നു. പക്ഷെ ഒരു വാക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 10-22ഓളം പേരുണ്ട്, അവരുടെ ബില്ല് കൊടുക്കാമെന്നുള്ള ഒരു വാക്ക് പറയാൻ മുഖ്യമന്ത്രി ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നാവ് പൊങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് അവരെങ്ങനെ ചെയ്തത്? അവരെ ആര് ചികിത്സിക്കും? മുഴുവൻ ലോട്ടറി വിറ്റെടുത്ത് പൈസ, കാരുണ്യ ലോട്ടറി വിറ്റ് കിട്ടുന്ന പൈസ പോലും കൊടുക്കാത്തതുകൊണ്ടാണ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഈ പറയുന്ന രീതിയിൽ ആൾക്കാർക്ക് സർക്കാരിൻ്റെ സൗജന്യ ചികിത്സ നൽകാത്തത്. ക്യാൻസർ പേഷ്യൻസ്, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ മരുന്നുകളില്ല എന്നുള്ളതാണ് സത്യം. പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ആരോഗ്യരംഗം വളരെ താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എടുത്തു പറയട്ടെ, മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് ഈ കഴിഞ്ഞ 2006 തുടങ്ങി ഇപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദുബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ ശൃംഖലയുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ MD പറഞ്ഞത്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ നമ്മുടെ ആശുപത്രികളെല്ലാം തന്നെ വികസിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ആശുപത്രികളെല്ലാം വികസിച്ചു എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ഓർക്കണം. എന്താ ഉദ്ദേശിച്ചത്? അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ പോലുള്ളവർക്ക് ധാരാളം പണം കിട്ടാനുള്ള അവസരമുണ്ടായത്. കാരണം സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സ കിട്ടാതെ ആൾക്കാരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായത്. എൻ്റെ നാട്ടിലുള്ളൊരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ പേരെടുത്ത് പറയുന്നില്ല, അദ്ദേഹത്തിന് പരസ്യം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ആ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അതിലും വലിയൊരു സംഭവ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പേവിഷത്തിന് കുത്തിവെപ്പ് വെച്ച കുഞ്ഞുങ്ങൾ, അതായത് പട്ടി കടിച്ചതിന് ശേഷം പോയി ആൻറ്റി റാബിറ്റ്സ് ഇഞ്ചക്ഷൻ എടുത്ത കുഞ്ഞുങ്ങൾ പിന്നീട് പനി വന്നപ്പോൾ മരിച്ചുപോയ ഒരു വാർത്ത നിങ്ങൾ കണ്ടു. ആരും ശ്രദ്ധിച്ചില്ല. പേപ്പട്ടിയെ പിടിക്കാൻ ആളില്ല, പട്ടിയെ പിടിച്ച് അതിന് വന്ധീകരണം ചെയ്തു വിടാൻ ആളില്ല. അങ്ങനെ പേവിഷം ബാധിച്ചു പോലും കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്പർ 1 ആരോഗ്യ കേരളം മാറി എന്നുള്ളതാണ് സത്യം. ഇനിയുണ്ട് വളരെ കൗതുകകരമായ വാർത്ത. നമ്മുടെ മറ്റെല്ലാ മുഖ്യമന്ത്രിമാരിൽ നിന്ന് വളരെ മാറി ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞോ പറയാതെയോ എന്തായാലും നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഫയലുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മണ്ടയിലെല്ലാം അടയിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ. അതെല്ലാ സർക്കാർ ഓഫീസുകളിലും അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി വരാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത് വരുന്നൊരു വാർത്ത. CPM-ൻ്റെ അനുഭാവമുള്ള എംപ്ലോയീസ് അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റ് ബ്രാഞ്ച് ഒരു 15 ലക്ഷം രൂപ മുടക്കി, അതാണ് അടിസ്ഥാന തുക, അത് കൂടാം, മുടക്കി പിണറായി ലെജൻഡ് എന്ന രീതിയിൽ ഒരു പുതിയ ഡോക്യുമെൻ്ററി ഇറക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഒരുതരം വാഴ്ത്തുപാട്ടുകളും സുഖപ്പെടുത്തലും ഒക്കെ ആണെങ്കിലും ഓർക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിലെ ജനങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോഴും മാധ്യമ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഘോരഘോരം പ്രസംഗിക്കുവാനും അവരെ അഭിസംബോധന ചെയ്യുവാനും തയ്യാറാകുന്ന ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അത് ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് നല്ലതല്ല. എന്തായിരുന്നാലും കുത്തഴിഞ്ഞ ഈ ആരോഗ്യരംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണിയറിയാവുന്ന ഒരാളിനെ ഏൽപ്പിക്കേണ്ട കാലഘട്ടം അനിവാര്യമായിരിക്കുന്നു. അത് ഇനിയും അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സത്യം. ജനം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മരുന്നില്ലാതെയും ഓപ്പറേഷൻ കിട്ടാതെയും മരിച്ചു വീഴുമ്പോഴും വളരെ കൗതുകത്തോടുകൂടി നമ്മളെ നോക്കിക്കൊണ്ട് ഈ റോഡുകളെല്ലാം പണിഞ്ഞത് എൻ്റെ മുഖ്യമന്ത്രിയാണ്, അതിലൂടെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടാണോ നിങ്ങൾ എൻ്റെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി കപ്പിത്താൻ ഓടിക്കുന്ന ഈ കപ്പൽ ആടുകയല്ല, മുങ്ങിത്താഴുകയാണ്. എന്തായാലും പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.